Good morning, friends. ഗരം മസാലയുടെ ഹർത്താൽ സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തൻ പായസമാണ് കേട്ടോ. ഒരു തനി നാടൻ വിഭവമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസമാട്ടോ ഇത്. പഴുത്ത മത്തനും കുറച്ച് അരിപ്പൊടി, കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു തനി നാടൻ വിഭവമാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് മത്തൻ പായസം എന്ന് പറയാം, അല്ലെങ്കിൽ മത്തൻ കറി എന്ന് പറയും. അതായത് മധുരമുള്ള മത്തൻ കറി. നമ്മൾ സാധാരണ പായസം ഗ്ലാസ്സിലൊക്കെ അല്ലേ സെർവ് ചെയ്യാറ്. എന്നാൽ ഈ മത്തൻ പായസം ഉണ്ടല്ലോ പ്ലേറ്റിലാട്ടോ സെർവ് ചെയ്യേണ്ടത്. കുറച്ച് അധികം തന്നെ കഴിക്കും. ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെയാണ് കേട്ടോ ഇത് കഴിക്കാം. നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ തനിനാടൻ വിഭവം മത്തൻ പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മത്തനാട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോ മത്തനാണിത്. ഇത് നന്നായിട്ട് പഴുത്ത മത്തനാണ്. ഈ റെസിപ്പിയിലോട്ട് പഴുത്ത മത്തനാണ് വേണ്ടത്. ഇനി ഈ മത്തനെ ഞാൻ വേവിച്ചെടുക്കാണ്. ഇതിനെ ഞാനൊരു പാനിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. മത്തനൊക്കെ പെട്ടെന്ന് വെന്ത് വരും. അതുകൊണ്ട് ഞാൻ പാനിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ അടിച്ചെടുത്താലും മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിന്ന് ഞാൻ 1/2 കപ്പ് വെള്ളം മാറ്റി വെക്കുകയാണ്. ആവശ്യമെങ്കിൽ പിന്നീട് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ പൊടി ചേർക്കാണ്. നമ്മുടെ പത്തിരിക്കുള്ള അരിപ്പൊടി കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. 1 കപ്പ് പൊടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. വെള്ളം തിളച്ച് പൊങ്ങുന്നുണ്ട്. നമ്മൾ പത്തിരിക്ക് മാവ് റെഡിയാക്കി എടുക്കുമല്ലോ, അതുപോലെ തന്നെയാട്ടോ ഇതും റെഡിയാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. പൊടി നന്നായിട്ട് തന്നെ വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി കറക്റ്റായിട്ട് തന്നെ നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വെക്കാണ്. അതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 5 മിനിറ്റിന് ശേഷം ഞാനിതിനെ കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ തടവിയതിന് ശേഷം കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കണം. ഇനി വേണമെങ്കിൽ ഗ്രൈൻഡറൊക്കെ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ കോഴിപ്പിടിക്കും കുഞ്ഞിപ്പത്തിരിക്കും ഒക്കെ ചെറിയ ചെറിയ റൈസ് ഡംപ്ലിങ്സ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഈ മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടത്. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഞാൻ ചെറിയ മാവ് എടുക്കുകയാണ്. ഈ മാവിനെ വീണ്ടും പരത്തി കനം കുറച്ചിട്ട് എടുക്കണം. ഇനി ഇതിന്ന് ചെറിയ ചെറിയ ഡംപ്ലിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെയാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ചെറുതായിരിക്കണം കേട്ടോ ഇത്. ഇപ്പൊ നമ്മുടെ മത്തൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാഷ് ചെയ്തെടുക്കാം. ഒരു തവി ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ മാഷ് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. മത്തനല്ലേ, പെട്ടെന്ന് ഉടഞ്ഞു വരും. ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അങ്ങനെ വേവിച്ചെടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി പച്ചരിയോ ബിരിയാണി അരിയോ ഒക്കെ എടുക്കാം. ഇതിനെ ഞാനൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഈ അരി അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് തന്നെ അരഞ്ഞു വരണം കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള അരിയെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള മത്തനിലോട്ട് ചേർക്കണേ. നമ്മുടെ മത്തൻ പായസത്തിന് നല്ലൊരു കുറുക്കൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരി ചേർത്താൽ പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഏകദേശം 2 കപ്പോളം ഇനിയും വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയായി മാറിയില്ലേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ അരിപ്പൊടി കൂടെ വേവിച്ചെടുക്കണം. ഒരുവിധം കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡംപ്ലിങ്സ് ഉണ്ടല്ലോ, റൈസ് ഫ്ലോർ ഡംപ്ലിങ്സ്, അതിനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഇത് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒന്ന് വെന്ത് വന്നതാണ്. ഇനി ഒന്നുകൂടെ വെന്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ പച്ച കടിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഈ പായസത്തിൽ കിടന്നിട്ട് വേണം വെന്ത് വരാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ, അടി പിടിക്കും. അടി പിടിച്ചാൽ പിന്നെ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറും. ഇപ്പോഴിതിൽ ചേർത്ത മത്തനൊക്കെ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മത്തൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഈ പായസത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തൊലി അടിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കളയാറില്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ശർക്കര കേട്ടോ ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരയെ ഞാൻ മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഈ ശർക്കരയിൽ ഏകദേശം 1 കപ്പിന്റെ മുകളിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നേരത്തെ ചേർക്കുന്ന വെള്ളം കൂടി. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് ലൂസാക്കി എടുത്താൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം.
ചില സമയത്ത് ഞങ്ങൾ ഈ മത്തൻ പായസത്തിൽ വൻപയർ കൂടെ ചേർക്കാറുണ്ട്. വൻപയർ വേവിച്ച് വെക്കണം. പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ശർക്കര ചേർത്തതിന് ശേഷം വൻപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇതൊരു മത്തൻ കറിയാവും. ഇപ്പോഴിത് മത്തൻ പായസമാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ട്ടോ. 1-2 പിഞ്ച് ഉപ്പ് ചേർക്കാം. കാരണം ഈ ഉപ്പ് ചേർത്താൽ പായസത്തിന്റെ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് വരികയും ചെയ്യും. ഓൾറെഡി നമ്മൾ ഈ റൈസ് ഡംപ്ലിങ്സിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതൊന്നും ഉപ്പ് ചേർക്കാണ്ട് ഉണ്ടാക്കരുത്. ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ. നന്നായിട്ട് തന്നെ തിളച്ച് വരണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കൂവ പായസമൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു പായസാട്ടോ ഇത്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നും. പിന്നെ പായസം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഒരുപാട് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. തവി ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ. കാരണം കുറച്ച് സമയമൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ ഈ പായസം അങ്ങ് വെള്ളമായി പോകും. എനിക്ക് അങ്ങനെ 1-2 തവണ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് മാത്രം തവി ഉപയോഗിച്ചിട്ട് എടുക്കുക. ഓരോ പാത്രം ഇങ്ങനെ മാറ്റി മാറ്റി വെക്കില്ല, അങ്ങനെയൊന്നും ചെയ്യരുത്. അവസാനമായിട്ട് നമുക്കിതിലോട്ട് തേങ്ങ ചേർക്കാം. സാധാരണ നമ്മൾ പായസത്തിൽ തേങ്ങാപ്പാലാണ് ചേർക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ തേങ്ങ കേട്ടോ ചേർക്കുന്നത്. അര മുറി തേങ്ങ ഞാൻ ചിരകി ചേർക്കണം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങ തന്നെ കേട്ടോ. ഇനി ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ തന്നെ ചേർക്കാം കേട്ടോ ഇതിലോട്ട്. നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓവർ കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ ഏലക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മത്തൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്നത്. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ വിഭവം മത്തൻ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.